ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു വലിയ അപകടം ഉണ്ടാവുമായിരുന്നല്ലേ? അതെ അതെ, കാരണം 10 മിനിറ്റല്ലോ ഇൻ്റർസിറ്റി വരാൻ വേണ്ടിയിട്ട്. അതിന് ബാക്കിൽ തന്നെ വന്ദേ ഭാരതും വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ 10 മിനിറ്റ് മാത്രമേ ട്രെയിൻ വരാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സീരിയസ് ചർച്ച ചെയ്തു. കാരണം ഇതിനെ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. ഉടൻ തന്നെ നെറ്റിൽ നോക്കി റെയിൽവേ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അതിൽ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട്, ഫോണും അധികം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കോഴിക്കോട് വടകര മൂര്യാറിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ദിവസം കുരങ്ങന്മാരെ കൊണ്ട് ഒരു ഉപദ്രവമുണ്ടായി. ഈ കുരങ്ങന്മാർ ഇവിടെ വന്ന് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഈ ഇലക്ട്രിക് ലൈൻ, അതായത് റെയിൽവേയുടെ ലൈനിന് മുകളിൽ കളിക്കുകയായിരുന്നു. അങ്ങനെ ഇത് പൊട്ടി, ഇതിന്റെ ഇൻസുലേറ്റർ പൊട്ടി വലിയ രീതിയിലുള്ള സ്പാർക്കും പൊട്ടിത്തെറിയും ഉൾപ്പെടെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ ആ സമയത്ത് ഇതുവഴി ട്രെയിൻ എന്തെങ്കിലും പോയിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കിയത് 2 പേരുടെ കൃത്യമായ ഇടപെടലാണ്. സമീപത്ത് തന്നെയുള്ള പള്ളിയിലെ മദ്രസാധ്യാപകരായ ആളുകൾ, ഉസ്താദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു ഇടപെടൽ നടത്തിയത്. അവർ ഈ ഒരു ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുകയും അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അധികൃതരെ ഇത് അറിയിച്ചതാണ് ഈ അപകടം ഒഴിവാക്കിയത്. ഏതായാലും ഇവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഇടപെടൽ, അത് പെട്ടെന്ന് തന്നെ ഉണ്ടായ ഇടപെടലാണ് ഈ ഒരു അപകടം ഒഴിവാക്കിയത്. എന്താണെന്ന് സംഭവിച്ചത്? ഇതൊരു 3 മണി സമയത്താണ് സംഭവം നടക്കുന്നത്. ഞങ്ങൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഉച്ച മയക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഈ കുരങ്ങൻ്റെ അട്ടഹാസം കേട്ടിട്ട് ഞങ്ങൾ ഉണരുന്നത്. ഉടനെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഒരു കുരങ്ങ് ഇവിടെ ഷോക്കേറ്റ് കിടക്കുന്നുണ്ട്. 2 എണ്ണം പള്ളിയിലോട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒച്ച ഉണ്ടാക്കിയിട്ട്. ഉടനെ ഞങ്ങൾ ആ ഷോക്കേറ്റ കുരങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടി പള്ളിയിൽ നിന്ന് കൊണ്ട് എത്തുമ്പോഴാണ് ഇവിടെ ഭയങ്കര സ്പാർക്കിങ്ങും, ഒരു 5 മിനിറ്റോളം സ്പാർക്കിങ് ഉണ്ടായി. ഉടനെ ആ സ്റ്റാൻഡ് ഇത് നിലത്തേക്ക് തൂങ്ങി നിന്നു. ഉടനെ ഞങ്ങൾ 2 ആളും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് ചെയ്തത്. റെയിൽവേന്ന് വിളിച്ചു, അവർ അഭിനന്ദനങ്ങളൊക്കെ തന്നു. ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു വലിയ അപകടം ഉണ്ടാവുമായിരുന്നല്ലേ? അതെ അതെ, കാരണം 10 മിനിറ്റല്ലോ ഇൻ്റർസിറ്റി വരാൻ വേണ്ടിയിട്ട്. അതിന് ബാക്കിൽ തന്നെ വന്ദേ ഭാരതും വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ 10 മിനിറ്റ് മാത്രമേ ട്രെയിൻ വരാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സീരിയസ് ചർച്ച ചെയ്തു. കാരണം ഇതിനെ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. ഉടൻ തന്നെ നെറ്റിൽ നോക്കി റെയിൽവേ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അതിൽ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട്, ഫോണും അധികം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള എങ്ങോട്ടാണ് വിളിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനും. പിന്നെ എയിൽ ചോദിച്ചു, റെയിൽവേയിൽ എമർജൻസി സിറ്റുവേഷൻ, എമർജൻസി നമ്പർ എത്രയും പെട്ടെന്ന് കിട്ടുന്ന നമ്പറുകൾ വേണമെന്ന് പറഞ്ഞു. അതിൽ 2-3 നമ്പർ വന്നു. അപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിലൊക്കെ കോൾ പോയത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ 112 വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 112 വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് പയ്യോളി പോലീസ് സ്റ്റേഷൻ പരിധിയാണ്, ഞങ്ങൾ വിവരം അങ്ങോട്ട് കൈമാറാമെന്ന് പറഞ്ഞു. ആ സമയത്തേക്ക് ഉസ്താദ് എന്ത് ചെയ്തു, ഈ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പറയുകയും ട്രെയിനൊക്കെ സ്റ്റോപ്പാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ഞങ്ങൾ വിളിച്ച കോള് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി. റെയിൽവേ പോലീസ് വിളിച്ചു, പാലക്കാട് നിന്ന് വിളിച്ചു, പല ഉദ്യോഗസ്ഥരും വിളിച്ചു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഈ സംഭവം അത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. ഫോട്ടോ എടുത്തു, അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തു. ഈ സംഭവം എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് വിളിച്ച ആൾക്കാർക്കൊക്കെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് ട്രെയിൻ അവിടെ വടകര പിടിച്ചിടുകയൊക്കെ ചെയ്തു. ശേഷം അതിനെ തുടർന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും വിഷയങ്ങൾ അന്വേഷിക്കുകയും വീണ്ടും ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്റർസിറ്റി, വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ആണല്ലേ ആ സമയത്ത് പോകാനുള്ളത്? അതെ, ആ സമയത്ത് ഏകദേശം 10 മിനിറ്റ്. ഉസ്താദ് സ്ഥിരമായിട്ട് നാട്ടിൽ പോകുന്ന ആളാണ് ട്രെയിന്. അപ്പോൾ ആ സമയത്ത് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാനും അതിൽ ഇടപെടാനുള്ളൊരു തിരക്ക് കാണിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ അഭിനന്ദനം ഉൾപ്പെടെ തേടി എത്തി അല്ലേ? പാലക്കാട് നിന്ന് അവിടെ ഹെഡിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു, ഡാൻസ് പറഞ്ഞു. തീർച്ചയായും ഇവരുടെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. ഇന്റർസിറ്റിയും അതോടൊപ്പം തന്നെ വന്ദേ ഭാരതും ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പോകേണ്ട സമയമായിരുന്നു. ആ സമയത്താണ് അപകടം ഉണ്ടായത്. അത് ഇവർ കൃത്യമായി അറിയിച്ചത് കൊണ്ട് അല്പസമയം തടഞ്ഞു നിർത്തിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും ട്രെയിനുകൾ കടത്തിവിട്ടത്. ഏതായാലും ഇവരെ തേടി റെയിൽവേയുടെ അഭിനന്ദനം ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.